ഈ കാണുന്ന ഐറ്റം വറവായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വഴറ്റിയിട്ട് തന്നാലോ ഒന്നും ഞാൻ കഴിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഫ്രൈ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഫ്രൈ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ കുറച്ച് കുഴക്കാൻ മാത്രം എടുത്തു. അതങ്ങനെ നീളത്തിൽ മുറിച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ലേശം കോൺഫ്ലോർ, പിന്നെ അതിനുശേഷം കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി, അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയായി പാകത്തിന് ഉപ്പെല്ലായി കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് മെല്ലെ നമ്മൾ ഈ ഒരു കോയക്ക് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കൈപ്പക്കയും വഴുതനയെല്ലാം ഞാൻ പൊരിച്ചാൽ കഴിക്കലുണ്ട്, പക്ഷേ വറവ് പോലെയോ അല്ലെങ്കിൽ വഴറ്റി വെച്ചാലൊന്നും ഞാൻ കഴിക്കില്ല. അതുകൊണ്ടാണ് ഇതും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കിയത്. അങ്ങനെ നമ്മൾ പൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലേശം ചോറിൻ്റെ കൂടെ ഞാൻ അതെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായിന്, നല്ല രസമുണ്ടായിന്. എനിക്കിങ്ങനെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് ഇതും നല്ലോണം ഇഷ്ടമായിന്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.